വന്നാലും അമേരിക്കയുടെ അന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല. അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വീഴില്ല. ഞങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാനാവൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ. ഇനിയും യുദ്ധം തുടരാനാണെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. അല്ല, ഇനി സമാധാനത്തിലാണെങ്കിൽ അതിനും റെഡി. അമേരിക്കയുടെ എല്ലാ നയതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുന്ന നിലപാടുമായി ഇറാൻ മുന്നോട്ടു പോവുകയാണ്. അതായത്, നയതന്ത്രം ഞങ്ങൾ തുടരും, എന്നാൽ പരമാധികാരവും ദേശ താല്പര്യങ്ങളും അടിയറവ് വെച്ച് ഒരു നയതന്ത്രവും പ്രതീക്ഷിക്കരുത് എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. യുദ്ധം അവസാനിച്ചേക്കും എന്ന പ്രതീക്ഷയിൽ നിന്ന് ഇനി എന്ത് എന്ന ചോദ്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് ലോക രാജ്യങ്ങളും എത്തിയിരിക്കുന്നു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിലേക്ക് ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ലോകം ഉറ്റുനോക്കിയത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ച. എന്നാൽ ആ ചർച്ചയും പരിഹാരമില്ലാതെ പിരിഞ്ഞു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നേരിട്ടെത്തിയ ചർച്ച. 3 കാര്യങ്ങളിലുടക്കെയാണ് ചർച്ച അലസി പിരിഞ്ഞത്. ഇതിനെല്ലാം പിന്നിൽ ഇസ്രായേലിന്റെ കളിയുണ്ടോ എന്ന സംശയമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര വിദഗ്ധരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾക്ക് ഇടങ്കോലിട്ടതും നെതന്യാഹു ആണെന്ന് സംശയിക്കാൻ കാരണങ്ങളുമുണ്ട്. ലെബനൻ ആക്രമണം ഇസ്രായേലിന്റെ കരുതിക്കൂട്ടിയുള്ള ശ്രമമായാണ് കരുതുന്നത്. ചർച്ച പൊളിക്കാൻ തന്നെയായിരുന്നു നെതന്യാഹുവിന്റെ ശ്രമമെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചു കിട്ടിയാൽ മതിയെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അമേരിക്ക JD വാൻസിനെ തന്നെ ഇസ്ലാമാബാദിലേക്ക് അയച്ചത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേലിനോട് പറയാനുള്ള ധൈര്യവും ട്രംപിനില്ല. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്രയും വേഗത്തിൽ മറ്റ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ കൈമാറണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. എന്നാൽ ആ നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ അവകാശങ്ങളും പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും മറ്റുള്ളവർ തീരുമാനമെടുക്കേണ്ടെന്ന് ഇറാൻ നിലപാട് കടുപ്പിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം തങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂ എന്നും ആണവായുധം ഉണ്ടാക്കാനോ അത് പ്രയോഗിക്കാനോ തങ്ങളില്ലെന്നും അത് മതവിശ്വാസത്തിന് എതിരാണെന്നുമായിരുന്നു ഇറാന്റെ ന്യായീകരണം. എന്നാൽ അക്കാര്യത്തിൽ ഇറാനെ വിശ്വാസമില്ലെന്ന അമേരിക്കൻ നിലപാട് ഇറാൻ അംഗീകരിച്ചു കൊടുത്തില്ല. മറ്റൊന്ന് ഹോർമൂസിന്റെ കാര്യത്തിലാണ്. ഹോർമൂസിൽ ചർച്ച വേണ്ടെന്നും അത് ആസ്തികൾ വിട്ടുകൊടുക്കുന്ന കാര്യവും ഉൾപ്പെടെ എന്ത് വന്നാലും അംഗീകരിക്കാനാവില്ല എന്നും ഇറാൻ പറയുന്നു. ചർച്ച പരാജയപ്പെട്ടതോടെ എന്താവും ഹോർമൂസിന്റെ ഭാവി എന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ലെബനന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തണമെന്ന ഇറാന്റെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. 350 പേരെ കൊലപ്പെടുത്തിയ ലെബനൻ ആക്രമണത്തിനെതിരെ ഇറാൻ നിലപാട് കടുപ്പിച്ചിരുന്നു. എന്തായാലും അമേരിക്കയുടെ അന്യായവും അമിതവുമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും തങ്ങളുടെ അധികാര പരിധിക്കും അപ്പുറമുള്ള കപ്പൽപാത പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും ധാർഷ്ട്യപൂർണമായ ചർച്ചകൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ നിലപാട് ഉറപ്പിച്ചതോടെ ചർച്ച അവസാനിപ്പിച്ച് JD വാൻസും സംഘവും മടങ്ങുകയായിരുന്നു. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്ക് അമേരിക്ക നേരത്തെ തന്നെ എത്തിയിട്ടും ഇറാൻ എത്തുമോ ഇല്ലയോ ആർക്കും ഒരു വ്യക്തതയില്ലായിരുന്നു. അതിൽ തന്നെ അമേരിക്കയുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നില്ല. പലപ്പോഴും ചർച്ചയ്ക്ക് വിളിച്ച് നാണം കെടുത്തിയ ജനീവ ചർച്ച പോലും പൂർത്തിയാക്കാതെ യുദ്ധം തുടങ്ങിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തങ്ങൾ അത്രേ വില കൊടുക്കുന്നുള്ളൂ എന്ന് ആവർത്തിക്കുന്നതായിരുന്നു ഇറാന്റെ നിലപാട്. അത് ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇറാന്റെ ഓരോ നീക്കവും. ഞങ്ങൾ ഒന്നും മറന്നിട്ടില്ല, മറക്കുകയുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുസ്തഫ ഖമേനി ഇസ്ലാമാബാദിലേക്ക് ചർച്ചാ സംഘത്തെ അയച്ചതും. മിനാബിൽ കൊല്ലപ്പെട്ട കുരുന്നുകൾ ചർച്ചയ്ക്കെത്തുന്ന സംഘത്തിന്റെ വിമാനത്തിൽ പോലും ആ കുഞ്ഞുങ്ങളുടെ കുരുതിയെ ഓർമ്മപ്പെടുത്തുന്ന മുഖങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു. ഞങ്ങൾ ഒന്നും മറന്നിട്ടില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ സംഘം വളരെയധികം നാടകീയമായി ഇസ്ലാമാബാദിൽ വന്നിറങ്ങിയത്.
തങ്ങൾക്ക് ചർച്ചയ്ക്കൊന്നും താല്പര്യമില്ല എന്നായിരുന്നു ഇറാന്റെ നിലപാട്. എന്നാൽ പാകിസ്ഥാന്റെ നിരന്തരമായ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ അവർ എത്തുകയായിരുന്നു. ലെബനന്റെ കാര്യത്തിൽ വളരെ ശക്തമായ ആവശ്യം ഉന്നയിക്കുകയും ഹോർമൂസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇറാനിൽ നിന്ന് സംഘം ഇസ്ലാമാബാദിലേക്ക് എത്തിയത്. ഇന്നേ വരെ ഒരടി പോലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവാത്ത ഇറാനു മുന്നിൽ ട്രംപ് പല അടവും പയറ്റി നോക്കിയിരുന്നു. എന്നാൽ അതെല്ലാം പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത്. തീരുമാനമാവാതെ ചർച്ച അവസാനിപ്പിച്ചതിന് പിന്നിൽ അമേരിക്കയുടെ തന്ത്രമാണെന്നും പറയുന്നുണ്ട്. പെട്ടെന്നെല്ലാം അംഗീകരിച്ച് ചർച്ച അവസാനിപ്പിച്ചാൽ ഇറാനു മുന്നിൽ കീഴടങ്ങി എന്ന പേര് വരും. ഒരു പക്ഷെ അത് ഒഴിവാക്കാൻ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കാം. പാകിസ്ഥാൻ ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. ചർച്ചകൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇനിയും തുടരുമെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ തുടരുമെന്ന് ഓസ്ട്രേലിയ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും യുദ്ധമാണോ അതോ സമാധാനമാണോ അത് വരും ദിവസങ്ങളിൽ അറിയാം. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.